ഞാൻ എടുക്കുന്നത് അറൌണ്ട് 40 സ്റ്റുഡൻസ് ഉണ്ട്. 14 ആണോ 40 ആണോ? 40. 40 കുട്ടികളുടെ സാറാണോ അത്? ഞാൻ ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാറുണ്ട്, എഞ്ചിനീയേഴ്സ്, ബിസിനസ്മാൻ അങ്ങനെ എടുക്കാറുണ്ട്. ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് ഓരോ കുട്ടികളായിട്ട് പേഴ്സണൽ ആയിട്ടായിരുന്നു. അപ്പൊ പേരൻസ് ഞാൻ കുറെ ഫ്രീ ആയിട്ടായിരുന്നു, കുറെ പൈസ തരുന്നത് ഇൻസിസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ എടുത്തു. അപ്പൊ സത്യം പറയാൻ എനിക്ക് ഇൻഫർമേഷൻ ഫ്രീ ആകാനാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ എടുത്തത് എന്തായാലും. അപ്പൊ അത് അവർക്ക് കുറെ പൈസ ഉണ്ടല്ലോ, അപ്പൊ എടുത്തോ ഫ്രീ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് 2-3 മന്ത്സിൽ കുറെ കാര്യങ്ങൾ നടന്നായിരുന്നു, അതൊന്നും പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു സ്കൂൾ എന്നെ മെസ്സേജ് അയച്ചു. ഇൻസൈറ്റ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ US സ്കൂളിൽ, അവിടെ 40 കുട്ടികളുള്ളെന്ന് കഴിഞ്ഞില്ലേ, അവർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അത് വൈകിട്ട് സമയമായിരുന്നു. അപ്പൊ 11:30 to 12:30 എനിക്ക് ഉറങ്ങണ്ടേ. അപ്പൊ അവർക്കും ഡൗട്ട്സ് ഒക്കെ കാണും. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് അവരുടെ ഡൗട്ട്സും ക്ലിയർ ആണ്. അപ്പൊ അവർക്ക് ഞാൻ AI ഫ്യൂച്ചർ ടെക്നോളജിയെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗെയിം പോലെ ഉണ്ടാക്കാം. ഗെയിമിനകത്ത് എന്റെ സൗണ്ടിൽ തന്നെ സംസാരിക്കുന്ന എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന വിധം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തന്നെ അതാവുന്നു. ഗെയിം കളിക്കുകയും ചെയ്യാൻ നല്ല രസം, അവരാണ് എപ്പോഴും കളിക്കും. അപ്പൊ അങ്ങനെ ഒരു ഗെയിം ഞാൻ ഉണ്ടാക്കി. Unreal Engine എന്നതിന് സാധനം വെച്ചു. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അത് വിചാരിച്ചു ഞങ്ങൾ എല്ലാ വർഷവും സയൻസ് എക്സിബിഷനൊക്കെ പോകാറില്ല. എല്ലാ പ്രാവശ്യവും പോവാറില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ഇലക്ട്രോളിസിസ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സർഫസ് ടെൻഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പോയിട്ട് എല്ലാ വർഷവും പോകും. സബ് ഡിസ്ട്രിക്ട് വരെ എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തലില്ല. ഒരു വർഷം സ്കൂളിൽ തന്നെ ഞങ്ങൾ തോറ്റായിരുന്നു. പക്ഷെ ഈ വർഷം ഞങ്ങള് ലാസ്റ്റ് ലെവൽ വരെ വന്നു. ബുദ്ധിയുള്ള കുട്ടികളല്ല, അവർ സാധാരണ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെ ചെയ്യുക. ഇത് ഞങ്ങളുടെ സ്കൂൾ അത്ര എൻകറേജ് ചെയ്ത് ചെയ്യാൻ. അവിടെ മാത്രമല്ല നല്ല സപ്പോർട്ടീവ് അല്ലേ. അപ്പൊ എപ്പോഴും നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്തോന്നൊക്കെ പറയും. ഈ റോബോട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാ യൂസ് ചെയ്ത്? ഉള്ളില് പുറത്തിപ്പോ പറഞ്ഞു ബോളാണ്. പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ വൈസ് ഏത് സോഫ്റ്റ്വെയറാ യൂസ് ചെയ്തേ? കോൺവേ AI, ഇൻവേൾഡ് AI, 11 ലാബ്സ്, അതിനകത്ത് മറ്റേ ഗെയിമായിട്ട് ആക്കാൻ Unreal Engine, ഗൂഗിൾ ക്ലൗഡ്, അങ്ങനെ കുറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് അത് എല്ലാം പറയാൻ കുറച്ച് പാടായിരിക്കും. ബട്ട് ഓരോ കാര്യത്തിന് ഇൻവേൾഡ് AIയും കോൺവേ AIയും ഒക്കെ API വെച്ചിട്ട് സൗണ്ട് അതിന്റെ ആ ഒരു ഇപ്പം 11 ലാബ്സ് എന്റെ സൗണ്ട് ഞാൻ പഠിപ്പിച്ച് ക്ലോൺ ചെയ്തു. അതിന് API വെച്ച് കോൺവേയും ഇൻവേൾഡ് AIയിലോട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് ബേസിക്കലി ഇതെല്ലാം ക്ലൗഡിലാണ് എടുക്കുന്നത്. ഞങ്ങള് ഇതിനകത്ത് അത്രയും ബുദ്ധിയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഗൂഗിളും കണക്റ്റഡാ, നമ്മുടെ ഡേറ്റയും കണക്റ്റഡാ, എല്ലാം കണക്റ്റഡാ. അപ്പൊ അതെല്ലാം കണക്റ്റഡ് ആകുമ്പം എല്ലാം ഒരു സ്ഥലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലൗഡിൽ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ